യോ ബോയ്സ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ സർവൈവൽ സീരീസിൻ്റെ എപ്പിസോഡ് 2 ആണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. I'm Slim Shady, yes I'm the real Shady. All you other Slim Shadys are just imitating. So won't the real Slim Shady please stand up? മച്ചന്മാരെ, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മെയിനായിട്ട് 4 ഗോളാണുള്ളത്. ഫസ്റ്റ് നമുക്ക് റിസോഴ്സസ് ഗ്യാദർ ചെയ്യണം. അതായത് നമ്മുടെ ബേസ് ഉണ്ടാക്കാനുള്ള റിസോഴ്സസ്, വുഡ്, സ്റ്റോണ്, സ്പേഴ്സിൻ്റെ വുഡ്, അയൺ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഗ്യാദർ ചെയ്യണം. രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് ലാൻഡ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. അതായത് നമുക്ക് ബേസ് ഉണ്ടാക്കാനുള്ള സ്ഥലം നന്നായി ക്ലിയർ ചെയ്ത് അത്യാവശ്യം നിരപ്പാക്കിയിട്ട് വേണം ബേസ് ഉണ്ടാക്കാൻ, എന്നാലേ കാണാൻ ഒരു വൃത്തി കാണുള്ളൂ. തേർഡ് ഗോൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബേസ് ബിൽഡ് ചെയ്തെടുക്കണം. എൻ്റെ മനസ്സിൽ ബേസിന് എങ്ങനെ വരണമെന്നൊരു ഐഡിയ ഉണ്ട്. അതനുസരിച്ചായിരിക്കും ഞാൻ ബിൽഡ് ചെയ്യുന്നത്. അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ഞാൻ ബിൽഡ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ തന്നെയാണ് ബിൽഡ് ചെയ്യുന്നത്. സോ ചില പോരായ്മകളൊക്കെ വന്നെന്നിരിക്കും. നമ്മളത് പിന്നെയുള്ള എപ്പിസോഡുകളിൽ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് അയൺ ആർമർ ബിൽഡ് ചെയ്യണം. നമ്മൾ ഈ സെക്കൻഡ് എപ്പിസോഡിൽ തന്നെ അയൺ ആർമർ ബിൽഡ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നമുക്ക് അയണും കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തതിൻ്റെ കൂടെ മൈൻ ചെയ്തേ പറ്റൂ. ഓക്കെ, നമുക്ക് ഇന്നത്തെ രാത്രി കിടന്നുറങ്ങാം. മത്സ്യന്മാരെ, നിങ്ങളിവിടെ കാണുന്നൊരു പുതിയ പുലരിയാണ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഗോളായ റിസോഴ്സ് ഗ്യാതറിങ് നമുക്ക് തുടങ്ങിയേ പറ്റൂ. നമ്മൾ ഈ ബേസൊക്കെ ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഐലൻഡിൽ തന്നെ ആയിരിക്കും. നമ്മൾ ഈ ഐലൻഡിൽ നിന്ന് പുറത്തോട്ടൊരു പോകുന്നില്ല. നമ്മുടെ മെയിൻ സർവൈവൽ ബേസും ബിൽഡിങ്സും എല്ലാം ഈ ഐലൻഡിൽ തന്നെ ആയിരിക്കും ബിൽഡ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഈ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഓഷനിൽ കൂടെ എങ്ങോട്ടേലും പോയി നോക്കാം. കാരണം നമ്മുടെ ഈ ഐലൻഡിൽ നിന്ന് പുറത്തോട്ട് പോകാൻ വേറെ വഴിയില്ല. സോ നമുക്ക് ഈ ഡയറക്ഷനിലോട്ട് പോകാം. S3 ഈ ഡയറക്ഷനാണ് എങ്ങനെയായിരുന്നു നോക്കുന്നത്? ഓക്കെ, നമ്മൾ ഈസ്റ്റിലോട്ടാണ് പോകുന്നത്. നമ്മൾ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കാൻ പോവുകയാണ്. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി, അറിയാൻ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി. അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി, നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി. രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട് ഓടി അരികാരോ വന്നില്ലേ. നമ്മളങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തപ്പോൾ നമ്മൾ ഒരു സ്പേഴ്സ് ബയോം കണ്ടത്. സ്പേഴ്സ് അല്ല, ഒരു മഞ്ഞുമല. പക്ഷെ നമുക്ക് ആവശ്യമുള്ള സ്പേഴ്സ് ട്രേ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം വുഡ് സാപ്ലിംഗ് ഒക്കെ കളക്ട് ചെയ്ത് തിരിച്ചു പോരാൻ വേണ്ടി തീരുമാനിച്ചു. സോ നമുക്ക് ബേസിലോട്ട് തിരിച്ചു പോകാം. ഒത്തിരി നേരം അവിടെ നിൽക്കണ്ട, പെട്ടെന്ന് കിട്ടിയതും വെട്ടിയെടുത്തുകൊണ്ട് ബേസിൽ പോവാം. മിഴിയൊന്നു തിളങ്ങിയില്ലേ. എന്തോ കൂടെ ആരോ ഇനി പോണതെങ്ങോ. മാറും തുണികള് മായും രുചികള് ശീലം പല പലതാകുന്നേ. തടിനിയിൽ ഉതിർന്ന തളിരില കണക്ക് പോണേ പോക്ക്. രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട് ഓടി അരികാരോ വന്നില്ലേ. മിഴിയൊന്നു തിളങ്ങിയില്ലേ. ഓക്കെ, നമ്മുടെ ഫൈനൽ പരിപാടി എന്ന് പറഞ്ഞാൽ മൈനിങ് ആണ്. ഫൈനലല്ല, നമ്മുടെ ഫസ്റ്റ് ഗോളിലെ ഫൈനൽ പരിപാടി എന്ന് പറഞ്ഞാൽ മൈനിങ് ആണ്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് അയണും കോബിൾ സ്റ്റോണും വേണം. സോ നമുക്കിപ്പോൾ എവിടെയാണ് മൈൻ ചെയ്യണമെന്നും അറിയത്തില്ല. പുതിയ അപ്ഡേറ്റിൽ അയൺ എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അതൊക്കെ നോക്കിയിട്ട് പോകണം. അപ്പോൾ ഞാൻ നോക്കി, അയൺ ലെവൽ 16 സോ നമുക്ക് ആ ലെവലിൽ പോയിട്ട് നല്ല കട്ട മൈനിങ് വേണം. നമുക്ക് കുറേ കോബിൾ സ്റ്റോണും ഏതാണ്ട് ഒരു സ്റ്റാക്ക് അയൺ സംതിങ് വേണ്ടി വരും. എന്നാലേ നമുക്ക് അത്യാവശ്യം നേരത്തെ നിൽക്കുകയുള്ളൂ. സോ നിങ്ങൾ കുറച്ച് നേരം ടൈം ലാപ്സ് കണ്ടു വരും. നമുക്ക് മൈൻഡ് ചെയ്തിട്ട് കാണാം.
മച്ചാമാരെ നമ്മുടെ ഗ്രൈൻഡിങ് ഒക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറേ കോബിൾ സ്റ്റോൺ കിട്ടി, കുറേ അയൺ കിട്ടി. നമ്മൾ കുറേ നേരം ഗ്രൈൻഡിങ് ആയിരുന്നു. സോ അത്യാവശ്യം മെറ്റീരിയൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആവശ്യമില്ലാത്ത സാധനമൊക്കെ എടുത്ത് കാട്ടി കളഞ്ഞു. നമുക്കിനി ഇത് വെച്ച് ബേസിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. കമോൺ. A few moments later. ഇങ്ങനെ കിട്ടി. ഉയ്യോ, നമ്മൾ ആദ്യം രക്ഷപ്പെട്ടു. യു ക്രീപ്പർ മോനുസേ, ചത്ത് 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 ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ചത്ത് 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 പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുടില ക്രീപ്പർ നശിപ്പിച്ച് കളഞ്ഞു. സോ നമുക്ക് കിടക്കാൻ പറ്റും. പണിയായല്ലോ. ഓക്കെ, നമ്മൾ കിടന്നു. നമ്മുടെ 6ാമത്തെ രാത്രി ഇങ്ങനെ കഴിഞ്ഞു പോയി. നമ്മുടെ പുതിയൊരു പുലരി, പുതിയ ഒരു മരം വളർന്നിട്ടുണ്ട്. നമ്മൾ ഈ മരവും പിന്നെ എന്നാ ഈ മരവും കൂടി വളർന്നാൽ നമുക്ക് അത്യാവശ്യം സ്പേഴ്സായി. നമുക്കിനി ലാൻഡ് ക്ലിയറൻസ് ആണ് എടുത്തത്. നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ എടുക്കുക, കുറച്ച് ഷവൽ ഉണ്ടാക്കുക. ഇവിടെ ആയിട്ട് ഉണ്ടാക്കാനായിരിക്കും. പക്ഷേ എനിക്കൊന്ന് ഇതൊരു നല്ല സ്ഥലം കേട്ടോ. കണ്ടോ, ഇവിടെ ആയിട്ടുണ്ടാക്കാം. നമുക്കിപ്പം മറ്റേ ഒരു പ്ലെയിൻ ഏരിയ കിട്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാക്കാം. അവിടെ നിന്ന് താഴോട്ട് ചെട്ടി. മച്ചന്മാരെ, നമ്മൾ ലാൻഡ് ലെവൽ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ഒരു വേവ് പോലെ വേണം ഈ മലയുടെ സൈഡിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാൻ. എന്താ പറയുക, ഒരു കെറിവുള്ള രീതി ഉണ്ടാക്കണം. എന്നാലേ വീട് സ്ഥലം കാണാൻ ഒരു രസം ഉണ്ടാവുള്ളൂ. സോ ഞാൻ അങ്ങനെ ഒന്ന് ലാൻഡ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് മനസ്സിലാവുമായിരിക്കും. A few moments later. മച്ചന്മാരെ, നമ്മൾ അങ്ങനെ ലാൻഡ് ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ബേസ് ബിൽഡ് ചെയ്യുമ്പോൾ 3 പാർട്ടായിട്ടായിരിക്കും ബിൽഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ബേസിൻ്റെ എന്താ പറയുക 3 ക്യൂബ് ഉണ്ടാക്കുന്നു. അതായത് നമ്മൾ ഓക്ക് പ്ലാങ്ക് ആയിരിക്കും ഭിത്തിക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. സോ 3 ക്യൂബ് ഉണ്ടാക്കുന്നു. ആ ക്യൂബിന് ചുറ്റും കുറച്ച് ഡെപ്തും ടെക്സ്ചറും ആഡ് ചെയ്യാൻ നമ്മളെന്താ സ്പേഴ്സോ അല്ലെങ്കിൽ ഓക്ക് വുഡ് വെച്ച് ഔട്ട്ലൈൻ പോലെ വുഡ് വെച്ച് സെറ്റ് ചെയ്യുന്നു. 3ാമത്തത് നമ്മൾ നല്ല കാണാൻ ഡെപ്തുള്ള ഒരു ട്രയാങ്കുലർ ഷേപ്പുള്ള ഒരു റൂഫ് ബിൽഡ് ചെയ്യുന്നു. ആ റൂഫ് ഫില്ല് ചെയ്ത് വിടുന്നു. ലാസ്റ്റ് ഗ്ലാസ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ചൊരു ഫൈനൽ ടച്ചപ്പ് ഒക്കെ നടത്തി ഒരു ഡോറൊക്കെ വെച്ച് നമ്മൾ നമ്മുടെ വീടിൻ്റെ പണി കഴിക്കുന്നു. ഇത്രയാണ് നമ്മുടെ വീട് ഉണ്ടാക്കുന്നതിനുള്ള മെയിൻ പരിപാടികൾ. ഓക്കെ, ഓക്ക് വുഡ് കിട്ടി. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മഴയത്തും അധ്വാനിച്ചാണ് നമ്മുടെ വീടൊക്കെ ആകാൻ പോകുന്നത്. ഒരു ഏകദേശം ലുക്ക് കണ്ടോ, നമ്മുടെ ബേസിൻ്റെ ഒരു ഏകദേശം ഔട്ട്ലൈൻ
നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ ഒന്നും തോന്നത്തില്ലെന്ന് എനിക്ക് മനസ്സിലാവും. സോ നമുക്ക് ബാക്കി നമ്മുടെ ബേസിൻ്റെ ഒരു രണ്ടാമത്തെ ഞാൻ ഒരു ഔട്ട്ലൈൻ പോലെ ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് എന്താ പറയുക, ഒരു പ്രൈമറി ബ്ലോക്കിൻ്റെ പുറത്ത് എന്താ പറയുക നമ്മളൊരു ബോർഡർ വരച്ച പോലെ. ഇനി ആ ബോർഡറിൽ നമ്മൾ കുറച്ച് ടെക്സ്ചർ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൂഫ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ പ്ലെയിൻ വോളങ്ങ് ഇടിച്ച് പൊളിക്കുമല്ല, ജസ്റ്റ് എൻ്റെ അമ്മോ മച്ചാന്മാരെ, അങ്ങനെ മണിക്കൂറുകളുടെ അധ്വാനത്തിന് ശേഷം ഞാൻ ഉദ്ദേശിച്ച വീടിൻ്റെ ഇപ്പം നമ്മുടെ വീടിന് എത്തിയിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ഇച്ചിരി ഹൈറ്റ് കയറി ഒന്ന് കാണിച്ചു തരാം. എന്താ പറയുക, ടൈമിൽ മണ്ടേ നോക്കുമ്പോൾ അത്യാവശ്യം ലുക്കുണ്ട് വീടിനെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നമ്മൾ ഈ ആവശ്യമില്ലാത്ത പില്ലറൊക്കെ ഇങ്ങനെ പൊട്ടിച്ചടാൻ നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. നമ്മുടെ ഈ ഫുഡൊന്നും പട്ടണി കിടന്നിട്ടാണ് നമ്മുടെ സത്യം പറഞ്ഞ നമ്മുടെ ഈ ബേസിന് എത്ര 2 ഫ്ലോറാണ് മെയിൻലി ഉള്ളത്. ഫ്ലോറ് ഇത് കൂട്ടണ്ട, ഇതിനകത്ത് എന്നാ സംഭവം എന്ന് അറിയത്തില്ല. ഞാൻ ബിൽഡ് ചെയ്ത് വന്നപ്പോൾ എന്നാ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊരു ആകെ ഒരു ക്യൂബ് പോലെ ആയിപ്പോയി. എനിക്കിതകത്ത് റൂം ആക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ റൂം പിന്നെ റൂമാക്കും. ഇപ്പൊ തൽക്കാലം നമുക്ക് ഒരു റൂമുണ്ട്, 3 റൂമുണ്ട്. നമുക്ക് 3 റൂം 2 ഫ്ലോറുള്ള ഒരു വീടാണ്. നമുക്ക് മണ്ണിലോട്ട് കയറിപ്പോകാൻ ഒരു വഴിയില്ല. നമുക്ക് ഇത് നമ്മുടെ 2ാമത്തെ ഫ്ലോറിലെ 1ാമത്തെ മുറി. ഓക്കെ, അതുപോലെ മറ്റേ റൂം എവിടെയായിട്ടാ വരുന്നതെന്ന് ഞാൻ പറഞ്ഞ 2ാമത്തെ റൂം പാടായിരിക്കും വീടിനകത്തുനിന്ന്. കാരണം അത് ഭയങ്കര മണ്ടേരെ ഇരിക്കുന്നത്. കാരണം ഇവിടുന്ന് ഒരു സ്റ്റെയർ കേസ് പോലെ സെറ്റ് ചെയ്ത് നോക്കാം. കിട്ടിയില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതല്ല ഞാൻ ഉദ്ദേശിച്ച ഫ്ലോർ. അപ്പൊ സത്യം പറഞ്ഞ മണ്ടയിലത്തെ ഫ്ലോറിൽ മണ്ടയിൽ സത്യം പറഞ്ഞ ഒരു മുറിയും കൂടെ വരേണ്ടതാണ്. പക്ഷെ തൽക്കാലം നമുക്ക് യൂസബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഈ പണിയൊക്കെ നമുക്ക് ടൈം കിട്ടുമ്പോൾ നമ്മൾ അത്യാവശ്യം സെറ്റ് ആയിട്ട് ഈ ബാക്കി മുറിയൊക്കെ സെറ്റാക്കും. ഇനി അപ്പം അച്ചു നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാറായി. നമുക്ക് നമ്മുടെ അയർ ആർമർ സെറ്റാക്കിയിട്ട് നമ്മുടെ ഐറ്റംസ് എല്ലാം പുതിയ ബേസിനകത്ത് കൊണ്ട് വെക്കണം. അത്രയും കൂടെ ഉള്ളൂ. രണ്ട് ബെഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ടോർച്ച്, ക്രാഫ്റ്റിംഗ് ടേബിള്, 3 ക്രാഫ്റ്റിംഗ് ടേബിള്, ഒരു ഷീൽഡ്, 2 ചെസ്റ്റ്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ 4 ചെസ്റ്റായി. നമുക്ക് ഈ ചെസ്റ്റ് ബെഡിൻ്റെ 2 സൈഡിൽ ഇവിടെ വരണം. ചെസ്റ്റ് സാധനം മൊത്തം ഇതിലോട്ട് കയറ്റി വെക്കാം. സാധനം നമുക്ക് ഈ മൊത്തം സാധനം ഇതിലോട്ട് കയറ്റി വെക്കണം. ചവറണം, നമ്മുടെ ഇൻവെന്ററിയുടെ സ്പേസ് പോവും. ഈ സാധനം എടുത്ത് കൈ പിടിക്കണം. ഇനി നമ്മുടെ ഫൈനൽ പരിപാടി അയൺ ആർമർ, ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്,
പാൻറ്, ബൂട്ട്. ഓക്കെ, സ്യൂട്ടപ്പ്. ഗൈസ്, നമ്മൾ നമ്മുടെ സീരീസിൽ ആദ്യമായിട്ട് അയൺ ആകാൻ പോവാണ്. നൈസ്. 1 യോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് അയൺ ആർമർ, നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടർ ബേസ് ആൻഡ് അവർ ഫസ്റ്റ് ബിൽഡ്, നമ്മുടെ ഈ സീരീസിലെ ഫസ്റ്റ് ബിൽഡും നമ്മൾ ഈ എപ്പിസോഡിൽ തീർത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ബേസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇതിലും പവറായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാനിത് വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ ഒരു ചെറിയ തകരാറ് കൊണ്ട് ഇടയ്ക്ക് ചെറിയ സ്റ്റട്ടറിങ് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ആ സ്റ്റട്ടറിങ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും പീസ് ഔട്ട്.